ഇന്നലെ ഉണ്ടായ വലിയ രീതിയിലുള്ള പ്രതിഷേധവും സംഘർഷങ്ങൾക്കും ഒക്കെ നമ്മൾ സാക്ഷ്യം വഹിച്ചതാണ്. ഇന്നിപ്പോൾ വലിയ രീതിയിൽ ആ പ്രതിഷേധം കൊണ്ടുപോകാൻ ഒരുങ്ങുകയാണ് BJP പ്രവർത്തകർ. ആ പ്രതിഷേധ പരിപാടികളിലൊക്കെ തന്നെ കേന്ദ്രമന്ത്രി പങ്കെടുക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ വിഷയത്തിലൊന്നും തന്നെ കേന്ദ്രമന്ത്രിയുടെ ഒരു പ്രതികരണം ഇതുവരെ ഉണ്ടാകുന്നില്ല. പല ചോദ്യങ്ങളും മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്. പക്ഷേ മാധ്യമപ്രവർത്തകർക്ക് കേന്ദ്രമന്ത്രിക്ക് അടുത്തേക്ക് എത്താൻ പോലും കഴിയാത്തത്ര തിരക്ക് അവിടെയുണ്ട്. പ്രവർത്തകരുടെ ഒരു വലിയ കൂട്ടം, ഒപ്പം പോലീസുമുണ്ട്. പുറത്തേക്ക് ഇറങ്ങുകയാണ് കേന്ദ്രമന്ത്രി. പുറത്ത് ഇറങ്ങിയ വാഹനത്തിലേക്ക് കയറും വരെ അദ്ദേഹം ഈ വിഷയങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വിവിധ വിഷയങ്ങളിൽ, ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീ വിഷയങ്ങൾ തുടങ്ങി മൗനം പാലിക്കുകയാണ് കേന്ദ്രമന്ത്രി. ഇന്നലെ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായത് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. വോട്ടർ പട്ടിക വിവാദം, അപ്പോൾ അതിലൊരു പ്രതികരണം തീർച്ചയായിട്ടും ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഇതുവരെ അത്തരത്തിലൊരു പ്രതികരണം ഉണ്ടാകുന്നില്ല. BJP പ്രവർത്തകർ കൂട്ടത്തോടെ എത്തി അദ്ദേഹത്തിനൊരു രക്ഷാകവചം പോലെ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഒപ്പം തന്നെ വലിയ രീതിയിൽ പോലീസും പ്രവർത്തകരും ചേർന്നാണ് സുരേഷ് ഗോപിയെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. മാധ്യമപ്രവർത്തകർ ഒപ്പം തന്നെയുണ്ട്. എപ്പോഴെങ്കിലും ഈ വിഷയങ്ങളിൽ കേന്ദ്രമന്ത്രിയുടെ ഒരു പ്രതികരണം ഉണ്ടായാൽ അതേത് രീതിയിലായിരിക്കും ഇക്കാര്യങ്ങളെ അദ്ദേഹം പ്രതിരോധിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അല്പസമയം മുമ്പാണ് BJP സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണം ഉണ്ടായത്. സുരേഷ് എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഉണ്ടോ? എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഉണ്ടോ? ഈ വിഷയത്തിൽ അദ്ദേഹത്തിനൊന്നും പറയാനില്ല, അല്ലെങ്കിൽ അദ്ദേഹം ഒന്നും സംസാരിക്കുന്നില്ല എന്നൊരു നിലപാടിലേക്ക് പോകുന്നു. BJP പ്രവർത്തകർ വലിയ തോതിൽ ഒരു വലയം അദ്ദേഹത്തിന് മേൽ സൃഷ്ടിച്ചിരുന്നു. പോലീസ് ഉണ്ടായിരുന്നു. ആ ലിഫ്റ്റിൽ അത്ര പേര് പോവോ? എങ്ങനെയാണ് ആ ലിഫ്റ്റിൽ അത്ര പേര് പോവുക? പോവും. ഒരു പ്രതികരണം. അദ്ദേഹത്തെ ഏറ്റവും പുറകിലേക്കാണ് നിർത്തിയിരിക്കുന്നത്. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി തയ്യാറാകുന്നില്ല. എന്തായാലും മുകളിലേക്ക് അദ്ദേഹം പോയിട്ടുണ്ട്. നമ്മൾ കൃത്യമായ രീതിയിൽ ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തോട്, എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. കൃഷ്ണ, ശ്രീകുമാരനാണ് പ്രതികരണം തേടിയത്. പലവട്ടം മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഈ വിഷയങ്ങളിൽ ഒന്നും തന്നെ കേന്ദ്രമന്ത്രി പ്രതികരിക്കാൻ കൂട്ടാക്കിയില്ല. നിതിൻ അംബുജൻ കൂടി ചേരുന്നുണ്ട്. നിതിൻ, പല ചോദ്യങ്ങളും ചോദിച്ചു. ഒപ്പം അല്പസമയം മുൻപ് BJP സംസ്ഥാന അധ്യക്ഷന്റെ ഒരു പ്രതികരണം കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. അദ്ദേഹം പറയുന്നത് ഇത്തരം പ്രശ്നങ്ങൾ, ക്രമക്കേടുകൾ ഉണ്ടായെങ്കിൽ ഇത്ര കാലത്തിന് ശേഷം, തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഇപ്പോഴല്ല ഇക്കാര്യം ഉയർത്തേണ്ടത്, അതിന് ബന്ധപ്പെട്ട സംവിധാനങ്ങളുണ്ട്. അവിടെയൊന്നുമല്ലാതെ ഇക്കാര്യം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത്. തീർച്ചയായിട്ടും കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം ഇക്കാര്യത്തിൽ വളരെ പ്രധാനമാണ്. അദ്ദേഹം പ്രതികരിക്കാൻ ഇതുവരെ കൂട്ടാക്കിയിട്ടില്ല. നിതിൻ, തൃശ്ശൂരിലെത്തിയത്. എന്തായാലും തൃശ്ശൂരിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം തന്നെ ഒന്നും ഉണ്ടായിട്ടില്ല. അല്പസമയത്തിനകം തന്നെ റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് അദ്ദേഹം വരും. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണുന്നത് അത് ലിഫ്റ്റിന്റെ ദൃശ്യമാണ് കാണുന്നത്. സുരേഷ് ഗോപി ഇപ്പോൾ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് വരികയാണ്. അതിനുശേഷം സുരേഷ് ഗോപി ഇവിടെ നിന്ന് നേരെ അശ്വിനി ആശുപത്രിയിലേക്ക് പോകും. എന്തായാലും റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കില്ല. കാരണം നേരത്തെ തന്നെ BJP പ്രവർത്തകരൊക്കെ പറഞ്ഞിരുന്നു സുരേഷ് ഗോപി ഇവിടെ നിന്ന് പ്രതികരിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സുരേഷ് ഗോപി മൗനത്തിൽ തന്നെ തുടരുകയാണ്. കാരണം സുരേഷ് ഗോപി ഈ വിഷയങ്ങൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. നമുക്കെന്തായാലും BJP പ്രവർത്തകരുടെ ഒരു വലിയ ആവേശം ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നമ്മൾ കാണുന്നുണ്ട്. കാരണം വലിയ സ്വീകരണമാണ് BJP സുരേഷ് ഗോപിക്ക് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നിലവിലിപ്പോൾ റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് സുരേഷ് ഗോപി പോവുകയാണ്. അതിനുശേഷം നേരെ ആശുപത്രിയിലേക്ക് പോകും. BJP പ്രവർത്തകരെ കാണും. അവിടെ വെച്ച് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ കേന്ദ്രമന്ത്രി മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കാൻ കൂട്ടാക്കിയില്ല. BJP പ്രവർത്തകർ വലിയ കൂട്ടമായി എത്തിയാണ് അദ്ദേഹത്തെ അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പുറത്തേക്ക് കൊണ്ടുപോയത്. ഒപ്പം വലിയൊരു പോലീസ് സേനയും അവിടെ ഉണ്ടായിരുന്നു. ഒരു വിഷയങ്ങളിലും അദ്ദേഹം പ്രതികരിക്കാൻ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ്
ഇനിയിപ്പോൾ അശ്വിനി ആശുപത്രിയിലേക്കാകും കേന്ദ്രമന്ത്രി പോകുക. അവിടെ അദ്ദേഹം ഈ വിഷയങ്ങളിൽ ഒരു പ്രതികരണം നടത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്നലത്തെ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്ന് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം BJP അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപിയെ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവർത്തകരുടെ ഒരു കൂട്ടം എത്തുമ്പോൾ അത് BJP പ്രവർത്തകരുടെ അദ്ദേഹത്തോടുള്ള ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ശക്തി പ്രകടനം കൂടി ആവുകയായിരുന്നു ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള പുറത്തേക്കുള്ള യാത്ര. റെയിൽവേ സ്റ്റേഷനിൽ പുറത്തേക്ക് ലിഫ്റ്റിൽ നിന്നിറങ്ങി പുറത്തേക്ക് പോവുകയാണ് കേന്ദ്രമന്ത്രി. ഇപ്പോൾ അവിടെയും മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങളുമായി പുറകെയുണ്ട്. മൗനം തുടരുകയാണ് കേന്ദ്രമന്ത്രി എന്നുള്ളതാണ്. റെയിൽവേ സ്റ്റേഷൻ വിട്ട് അദ്ദേഹം പോയി കഴിഞ്ഞിരിക്കുന്നു. മാധ്യമപ്രവർത്തകർ പലവട്ടം ചോദ്യങ്ങൾ പലതരത്തിൽ ചോദിച്ചു. അതിലൊന്നും തന്നെ അദ്ദേഹം പ്രതികരിക്കാൻ കൂട്ടാക്കിയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.